ശ്രീ മുഹമ്മദ് ഗസ്നിയുടെ ഓർമ്മയ്ക്കായിട്ട് സമ്പൽ നടത്താറുള്ള നെജാമേള ഇത്തവണ അത് കുറച്ച് ഗംഭീരമായി നടത്താനൊക്കെ ആലോചിച്ചു. പക്ഷേ എന്തായാലും സർക്കാർ അതിനുള്ള അനുമതി നിഷേധിച്ചു. എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ ഒരു അനുമതി വേണ്ട എന്ന് വെച്ചത്? ഈ നെജാ മേള അത് എല്ലാ കൊല്ലവും നൂറ്റാണ്ടുകളായിട്ട് സമ്പലിൽ നടത്തിപ്പോരുന്നതാണത്. അത് മാർച്ച് 25 മുതൽ 27 വരെ 3 ദിവസം വാർഷിക മേളയാണത്. അപ്പോൾ അങ്ങനെ നടത്താനായിട്ട് ഈ നെജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതാക ആണ്. ഈ മേളയ്ക്ക് ആദ്യം തന്നെ ഒരു പതാക ഉയർത്തും, ഇസ്ലാമിക പതാക. അതാണ് ഈ നെജ എന്ന് പറയുന്നത്, നെജ മേള. പക്ഷേ ഈ നെജ മേള മുഹമ്മദ് ഗസ്നിയുടെ സേനാധിപനായിരുന്ന സയ്യദ് സലാം മസൂദ് ഗാസിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ നെജ മേള നടത്തുന്നത്. ഇയാള് സൂരജ് കുണ്ട് ക്ഷേത്രം, സോമനാഥ് ക്ഷേത്രം ഒക്കെ ആക്രമിച്ച വിദ്വാനാണ്. കുറെ ഹിന്ദു കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള ആളാണ്. അയാളുടെ ഓർമ്മയ്ക്ക് സമ്പല്ലൊരു ഇങ്ങനെ വാർഷിക മേള നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗി സമ്മതിക്കുന്നു. അപ്പോൾ ഒന്നാമത് സമ്പൽ ഇപ്പം വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ കൂടെ അല്ല. മാത്രമല്ല യോഗി ആ കലാപത്തിനൊക്കെ ശേഷം അവിടെ ഇപ്പോ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ടുണ്ട് സമ്പല്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്പലങ്ങളൊക്കെ തുറന്നല്ലോ, കൂട്ടിക്കിടന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് 19 കിണറുകൾ വൃത്തിയാക്കി 10 കോടി രൂപ മുടക്കിയിട്ട് ഈ സമ്പലിനും ചുറ്റും 19 കിണറുകളുണ്ട്. കിണറുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഓരോ ദൈവത്തിന്റെയും ഓർമ്മയ്ക്കാണ് ഓരോ കിണറുകൾ അവിടെ. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുക്കള കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ചില സമുദായങ്ങൾക്കൊക്കെ ചടങ്ങുകളൊക്കെ ഇല്ലേ, എന്ന് പറഞ്ഞ പോലെ അവിടെ കിണർ കാണുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. സന്താന ലാഭം ഉണ്ടായാല് വിവാഹം നന്നായിട്ട് നടക്കാൻ ഒക്കെ കിണർ കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ്. ആ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് അവിടെ കിണറുകൾ ഉണ്ടായിരുന്നത് 19 എണ്ണം. ഈ സമ്പൽ മോസ്കിന്റെ മുമ്പിൽ ഒരു കിണറുണ്ട്. അത് ഈ മോസ്കുകാര് അവരുടേതായിട്ട് അവകാശപ്പെട്ട് അടച്ചു കെട്ടി ഉള്ളിൽ വെച്ചിരുന്നതാണ്. അതിപ്പോ സുപ്രീം കോടതി കേസുണ്ട്, അത് മോസ്കിന്റേതല്ല, ഇത് പൊതു കിണറാണ്. വരാഹ കൂബ് എന്നാണ് ഒരു ദൈവത്തിന്റെ പേരിലാണ് ഈ കൂപം എന്ന് പറഞ്ഞ കിണറാണ്. കൂബ്, വരാഹ കൂബ് എന്നായിരുന്നു അതിന്റെ പേര്. അതിപ്പോ എടുത്ത് അവിടെ പൊതുക്കിണറാക്കി മാറ്റി വൃത്തിയാക്കി. ഇപ്പൊ കിണറൊക്കെ കണ്ട നല്ല ജോറായിട്ടുണ്ട്. എന്നിട്ട് സമ്പലില് ഐ ലവ് സമ്പൽ എന്ന് പറഞ്ഞിട്ട് ബാനറുകൾ, ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ലവ് എന്നുള്ളത് ചിഹ്നം, ഐ ലവ് ചിഹ്നം, സമ്പൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സമ്പല് വൃത്തിയാക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇസ്ലാമിക, അതും ഒരു മുഹമ്മദ് ഗസ്നി മറ്റേ 17 തവണയാണ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. എന്നിട്ട് 18ാമത്തെ തവണയാണ് അവിടുത്തെ ശിവലിംഗം നശിപ്പിക്കുന്നത്. എന്നിട്ട് കൊള്ള ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പൊ ഇവർ 17-ാം തീയതി ഈ കമ്മിറ്റി, നെജാമേളയുടെ കമ്മിറ്റി, അവിടുത്തെ ASP പോലീസ് ഓഫീസർ ശ്രീഷ് ചന്ദ്രയ്ക്ക് അനുമതിക്ക് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുത്തു. അപ്പൊ ശ്രീഷ് ചന്ദ്ര ചോദിച്ചു, ഈ മേള ആർക്ക് വേണ്ടിയാ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് സയ്യദ് സലാം മസൂദ് ഗാസിക്ക് വേണ്ടിയാണ്. അയാൾ ആരാന്ന് വെച്ചു. മുഹമ്മദ് ഗസ്നിയുടെ കമാൻഡറായിരുന്നു അയാൾ എന്ന് പറഞ്ഞു. വർഷങ്ങളായി തന്നെ ഇത് വിവാദമുണ്ട്, ഇങ്ങനൊരു മേള നടത്തുന്ന കൂട്ടക്കൊല, ഹിന്ദു വംശഹത്യയൊക്കെ നടത്തിയവർക്ക് വേണ്ടിയിട്ട് മേള എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഗാസി ഇസ്ലാമിക അധിനിവേശത്തിന് വേണ്ടിയും കൂട്ടക്കൊലകൾക്ക് വേണ്ടി, ഹിന്ദു കൂട്ടക്കൊലകൾക്ക് വേണ്ടിയും നിലകൊണ്ട ഒരാള്. അപ്പൊ സോമനാഥ ക്ഷേത്രം കൊള്ള ചെയ്ത ഒരാള്. അപ്പോ ഈ ശ്രീഷ് ചന്ദ്ര പറഞ്ഞു, അതിരിക്കട്ടെ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ കൊണ്ടാടുകയായിരിക്കും, പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം ഇത് ദേശവിരുദ്ധമാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകളുടെ കഥയൊന്നും പറയേണ്ട, ഇത് നടപ്പില്ല എന്നവരെ അറിയിച്ചു. ദേശവിരുദ്ധം, ക്രമസമാധാനം തകരും, ആഘോഷിക്കുന്നവരെ ഞങ്ങൾ ഒറ്റുകാരായിട്ട് കരുതും, ട്രൈറ്റേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്യമായിട്ടും പറഞ്ഞു. ഇപ്പൊ പോലീസിനൊക്കെ യോഗി ഭരിക്കുന്നത് കൊണ്ടൊരു ഊറ്റമുണ്ട്, അവിടെ ചങ്കൂറ്റം ഉണ്ട്. ആഘോഷിക്കുന്നവനെ ഒറ്റുകാരനായിട്ട് കരുതും, പിടിച്ച് ജയിലിൽ വിടും. അജ്ഞത കൊണ്ടാണെങ്കിൽ അത് വേറെ കാര്യം. ഇയാൾ ആരാന്ന് അറിയാതെയാണ് നിങ്ങൾ, അങ്ങനെ അറിയാതെ ചെയ്യില്ലല്ലോ. അറിയാതെയാണെങ്കിൽ അത് ഒരു കാര്യം, മനഃപൂർവ്വമാണെങ്കിൽ നിങ്ങൾ ഒറ്റുകാരാണ് എന്ന് ഇസ്ലാമിക കമ്മിറ്റിയോട് ഈ ASP ശ്രീഷ് ചന്ദ്ര പറഞ്ഞു. ഹിന്ദുക്കള് വർഷങ്ങളായി തന്നെ ഇതിനെതിരായി, ഈ മേളയ്ക്ക്
പക്ഷെ ഈ ഹിന്ദുക്കളെയൊക്കെ അവിടെ പലപ്പോഴും കലാപത്തിലൊക്കെ കൊന്നിട്ട് ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ട് ഹിന്ദുക്കളുടെ സ്ഥലമൊക്കെ പിടിച്ച് 1921 മാപ്പിളകളുടെ കാലത്തൊക്കെ ചെയ്ത പോലെ ഈ പിടിച്ചെടുത്ത സ്ഥലത്ത് ഇസ്ലാമിക സ്കൂളും ഒക്കെ പൊട്ടിമുളച്ചിട്ടുണ്ടല്ലോ അവിടെ സമ്പത്ത്. ഹിന്ദുക്കളെതിരായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഹാരവും കൊള്ളയും ശീലമാക്കിയ ഒരാൾക്ക് വേണ്ടി ഒരു മേള ഉത്സവം നടത്തുക. അപ്പൊ ആര് ഈ നജാ പതാക ഉയർത്താൻ ശ്രമിച്ചാലും അത് ദേശവിരുദ്ധമായിരിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. 2023 സംബാൽ ജില്ലയാണ്. സംബാൽ ജില്ലാ ഭരണകൂടം ഈ നജാ മേളയ്ക്ക് സദ്ഭാവന മേള എന്ന് പേര് മാറ്റാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. ഇവരെയൊക്കെ വിളിച്ച് ഈ മതവിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള സംഗതിയൊക്കെ മാറ്റിയിട്ടേ ഒരു മതമൈത്രി എല്ലാവരും ചേർന്ന്, അതാണല്ലോ സദ്ഭാവന. അത് ആദ്യം ഇവർ സമ്മതിച്ചിരുന്നു, ഇസ്ലാമിക കമ്മിറ്റി, നജാ കമ്മിറ്റി. അത് കഴിഞ്ഞ് അവർ പ്ലേറ്റ് മാറ്റി. അങ്ങനെ സമുദായ മൈത്രി അവർക്ക് വേണ്ട. അപ്പോ മതം മറ്റേ പേരിലുണ്ടെങ്കിലും ഈ നജാമേളയിൽ മതം ഉണ്ടെങ്കിലും അത് പേര് സദ്ഭാവന എന്നാക്കി കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഈ വിവാദ ചരിത്ര ബന്ധം അത് നീക്കിക്കളയാം എന്ന് ജില്ലാ ഭരണകൂടം കരുതിയിരുന്നു. പിന്നെ അവര് അതിന് വഴങ്ങുന്നില്ല എന്നാണല്ലോ വീണ്ടും നജാമേളയ്ക്ക്, സദ്ഭാവന മേളക്കല്ലല്ലോ നജാമേളയ്ക്ക് അനുവാദം കൊടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഡോക്ടർ വന്ദന മിശ്ര, അവരാണല്ലോ ഇപ്പൊ രാധാകൃഷ്ണ ക്ഷേത്രം മറ്റേ ക്ഷേത്രമൊക്കെ തുറന്നത്. ഡോക്ടർ വന്ദന മിശ്ര പറഞ്ഞിട്ടുണ്ട് പഴയ രൂപത്തിൽ മേള പറ്റില്ല. മുൻപ് കമ്മിറ്റി പേരുമാറ്റാൻ സമ്മതിച്ചിരുന്നാണ്, ഇപ്പോ അത് സമ്മതിക്കുന്നില്ല. ഹോളി കഴിഞ്ഞിട്ട്, ഈ ഹോളി ഇപ്പൊ നടന്നല്ലോ സമ്പലിലൊക്കെ, ഷാജഹാൻപൂരിലൊക്കെ, അത് ഈ ടർപോളിൻ കൊണ്ട് പള്ളികളൊക്കെ മോസ്കുകളൊക്കെ മൂടിയിട്ടാണ്. പള്ളി എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല. മോസ്ക് തന്നെ പറയണം. അപ്പൊ മോസ്കുകൾ മൊത്തം മൂടിയിരുന്നു, കളറൊക്കെ വീണ്. ഇനി അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതെ, ഷാജഹാൻപൂരിലാണെങ്കിൽ ജൂട്ട ഹോളി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലോട്ടാ സാഹബ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ, ഈ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു വണ്ടിയിലിരുത്തും, എന്നിട്ട് അയാളെ ചെരുപ്പ് മലയണിയിക്കും. എന്നിട്ട് ഇത് ഷാജഹാൻപൂരിലെ തെരുവിൽ കൂടി പോകുമ്പോ ആളുകള് ഈ ലോട്ട, ഒരാളിരിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഒരാളിരിക്കുക, അയാൾക്ക് നേരെ ചെരുപ്പ് വലിച്ചെറിയും. കളറും ഒക്കെ എറിയും. എന്നാൽ ഇങ്ങനെ ഒരു മറ്റേ ബ്രിട്ടീഷ് വിരുദ്ധ ഹോളി കൂടി അവിടെ ഉണ്ട് ഷാജഹാൻപൂരില്. അത് നഗരത്തിൽ കൂടി 7-2-9 ഹോളി ഘോഷയാത്രകളുണ്ട് നഗരത്തിൽ കൂടി. ഇതൊക്കെ മോസ്കിന്റെ അടുത്ത് കൂടിയാ പോവുക. അപ്പൊ ആളുകൾ മോസ്കിൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒന്ന് മൂടിയതാണ്. അപ്പൊ അങ്ങനെ ഹോളി കഴിഞ്ഞ് 2ാമത്തെ ചൊവ്വാഴ്ച ആണ് ഇത്. അതാണ് വരാൻ പോകുന്നത്, അടുത്ത ചൊവ്വാഴ്ച. 2ാം ചൊവ്വാഴ്ചയാണ് ഈ നജാമേള കൊണ്ടാടിക്കൊണ്ടിരുന്നത്. സയ്യദ് സലാർ മസൂദ്, ഈ അയാളെ ഗാസി മിയാൻ എന്നും പറയാറുണ്ട്. ഈ സയ്യദ് സലാർ മസൂദ്, ഗാസി മിയാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇയാള് അയോധ്യയില് ക്ഷേത്രം ആക്രമിച്ചതായിട്ട് ആ കോടതി വിധിയിലൊക്കെ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഇയാളാണ് ഈ ബാബർ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചരിത്രമുണ്ട്. പക്ഷെ ഈ ഗസ്നിയുടെ കമാൻഡർ എന്ന് പറയുമ്പോൾ അതിനൊക്കെ വളരെ മുമ്പാണ്. അപ്പൊ ഗാസി മിയാന്ന് ഇയാൾക്ക് പേരുണ്ട്. ഈ നജ ഉയർത്തും പതാക. അത് കഴിഞ്ഞ് ഈ ഫത്തിഹ പ്രാർത്ഥന, മരിച്ചവർക്കുള്ള പ്രാർത്ഥനയാണ് ഈ ഫത്തിഹ എന്ന് പറയുന്നത്, അത് നടത്തും. അപ്പൊ ഇയാളുടെ പേരിലുള്ള ദേവാലയം ബഹ്റായിച്ചിലുണ്ട്. സമ്പലിലല്ല, ബഹ്റായിച്ചിൽ ഇയാളുടെ പേരിലൊരു ദർഗ പ്രവർത്തിക്കുന്നുണ്ട്. മരിച്ച ആളുകളുടേതാവുമ്പോ ദർഗ എന്നാണല്ലോ പറയുന്നത്, ദർഗ. അപ്പൊ മസൂദ് ഈ സലാർ മസൂദ് മുഹമ്മദ് ഗസ്നിയുടെ അനന്തരവനായിരുന്നു, സൈന്യാധിപനുമായിരുന്നു. 1000 AD CE എന്നാണ് ഇപ്പൊ പറയാ. CE 1000-1027 കൊല്ലത്തിന്റെ ഇടയ്ക്ക് 17 തവണയാണ് ഈ ആക്രമണം നടത്തിയത് മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ.
നിർബന്ധിത മതം മാറ്റം ധാരാളം നടന്നു. ക്ഷേത്രം തകർക്കൽ നടന്നു. സോമനാഥ ക്ഷേത്രം പ്രത്യേകിച്ച്. സൂരജ് കുണ്ട് ക്ഷേത്രം അത് ഈ സലാർ മസൂദ് നശിപ്പിച്ചതാണ്. സൂരജ് കുണ്ട് ക്ഷേത്രം ബഹ്റായിച്ചില്ല. ഇയാളുടെ മറ്റേ ഇതുള്ള സ്ഥലം തന്നെ, ഇയാളുടെ ദേവാലയം ഉള്ള സ്ഥലം തന്നെ. അപ്പോൾ ബഹ്റായിച്ചിലാണത്. പിന്നെ സോമനാഥ ക്ഷേത്രം. അപ്പോൾ ശ്രാവസ്തിയിലെ രാജാ സുഹൽദേവ് ഈ സലാർ മസൂദിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഈ രാജാ സഹൽദേവിനെ പറ്റി സമീപകാലത്തൊരു നോവലും വന്നിട്ടുണ്ട്. രാജാ സഹൽദേവ് എന്ന് പറഞ്ഞ രാജാവ് ദലിതനായിരുന്നു. അങ്ങനെ ദലിത് രാജാക്കന്മാരും ഉണ്ട് ഈ കാലഘട്ടത്തിൽ. ഇത് ഈ മോദി ഭരണകൂടം വന്ന ശേഷം സുഹൽദേവിന്റെ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്, തപാൽ സ്റ്റാമ്പ്. കാരണം ഒരു സ്ഥലത്ത് ആ സലാർ മസൂദിന്റെ പേരിലെ ദർഗ പണിതിട്ട് അവിടെ പല ഹിന്ദുക്കളും പോകുന്നുണ്ട് കാര്യസാധ്യത്തിനായിട്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കുന്നുള്ള വിശ്വാസം ഇങ്ങനെ വളർത്തിയിട്ട് പ്രചരിപ്പിച്ചിട്ട്. അപ്പോൾ ഈ രാജാ സഹൽദേവ് ഈ പോരാടി 1304 ബഹ്റായിച്ച് യുദ്ധത്തിൽ ഈ സലാർ മസൂദിനെ തോൽപ്പിച്ചു. അങ്ങനെ മുസ്ലിം സേനയെ തോൽപ്പിച്ച ചരിത്രവും ഒരു ഹിന്ദു രാജാവിന് അവിടെ ഉണ്ട് ശ്രാവസ്തിയിൽ. മസൂദിന്റെ പട്ടാളത്തെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, മസൂദ് കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ. ബഹ്റായിച്ചിലാണ് എന്നിട്ട് ഈ ശവകുടീരം ഉണ്ടായത്. അപ്പോൾ മുസ്ലിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നു. 1250 ഈ ഡൽഹി സുൽത്താൻ നസീറുദ്ദീൻ മുഹമ്മദ് ആണ് അവിടെ ദർഗ പണിതത്. അല്ലാതെ വെറുതെ ഒരു ശവകുടീരമായിട്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ദർഗയൊക്കെ പണിത് ആഘോഷമാക്കി. ഇപ്പൊ ഈ കമ്മിറ്റി പ്രസിഡന്റ് നജ മഹാമേളയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാഹിദ് ഹുസൈൻ മസൂദി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നു. അപ്പൊ പിന്നെ യോഗിയും പറയും നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. അപ്പൊ അവർക്ക് നടത്തണം എന്നുള്ളൊരു വാശി, എന്നാൽ ഇത് അനുവദിക്കില്ലെന്ന് ഭരണകൂടം നിലപാടെടുക്കുകയും ചെയ്തു അല്ലേ? അതെ അതെ, അത് നടക്കില്ലല്ലോ. അതെ, ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിയും ഉത്തർപ്രദേശിൽ നടക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഗസ്നി മേളയും റദ്ദാക്കി അസംബ്ലി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.